നമസ്കാരം, മൈ മിഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യണത് FC ആണ്. യമഹ FC 250 അല്ലെങ്കിൽ 25. അതിൻ്റെ BS6 മോഡലുണ്ട്. അപ്പോൾ നേരത്തെ BS4-നെക്കാളും എന്തെല്ലാം മാറ്റങ്ങളാണ് BS6 വന്നപ്പോഴുള്ളത് എന്നുള്ളത് കാണിച്ചു തരാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇന്ന് ഞാൻ വന്നു ചേർന്നിട്ടുള്ളത് യമഹയുടെ ഷോറൂമിൻ്റെ പേര് ഇന്റൽ യമഹ എന്നാണ്. അത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മെട്രോ പില്ലർ 472-ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് മോഡേൺ ബ്രെഡിൻ്റെ ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോറൂം വരുന്നത്. ഷോറൂമിൻ്റെ പേര് ഇന്റൽ യമഹ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ചാണ് പറയാനുള്ളത്. ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഇതാ ഒരു ചെറിയൊരു കൗളാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ ഒരു നല്ലൊരു ഷേപ്പിൽ രീതിയിലുള്ളൊരു ഹെഡ് ലാമ്പിൻ്റെ യൂണിറ്റാണ് വന്നിട്ടുള്ളത്. നേരത്തെ BS4 വന്ന സമയത്ത് ഒരു LED ടൈപ്പിൻ്റെ ഒരു ഹെഡ് ലാമ്പ് ഇതായിട്ട് വന്നിരുന്നു. ഇപ്പോൾ BS6 വന്ന സമയത്ത് ശരിക്കും ഒരു MT15 കണ്ടുവരുന്ന പോലത്തെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ ചുറ്റും ഇതായിട്ട് തൊട്ട് മുകളിലായിട്ട് ഇതാ ഒരു DRL വന്നിട്ടുണ്ട്. ആ DRLൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്ത് തൊട്ട് ഇവിടം വരെ ഒരു DRL വന്നിട്ടുണ്ട്. ഇതാണ് ആ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വന്നത്. ഈ ഭാഗത്തായിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ ഇത് വരും. പിന്നെ FCSൻ്റെ ആ ഒരു ഇത്, അല്ലെങ്കിൽ FCയിൽ കണ്ടുവരുന്ന സെയിം യമഹയിൽ ഫോളോ ചെയ്ത് വന്ന പണ്ടേ മുതൽക്കുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. ആ ഒരു ഹാലോജൻ ടൈപ്പ് ബൾബാണ് ഈ വാഹനത്തിന് വന്നത്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഇതിൻ്റെ മഡ് ഗാർഡിനെ കുറിച്ചാണ്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൈബർ ബോഡിയാണ് ഇതിൻ്റെ ഒരു മഡ് ഗാർഡ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുമ്പോൾ ഒരു സൈഡിലേക്ക് പോവാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ FC25 എന്നുള്ളൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എയർ ഡാമിൻ്റെ യൂണിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത് എയർ ഡാം അല്ല, അതൊരു സ്പോർട്ടി ഫിനിഷോട് ലുക്ക് വരാൻ വേണ്ടിയുള്ളൊരു യൂണിറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളേഴ്സിൻ്റെ ഇത്, അതായത് ഈ ഒരു കളർ ബ്ലൂ കളർ, ഇത് റേസിംഗ് ബ്ലൂ എന്നാണ് കമ്പനി കൊടുത്തിട്ടുള്ള പേര്. അതും ഒരു തൊട്ട് താഴ്ത്തതായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ഒരു ഫൈബർ ബോഡിയാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിൻ്റെ ഇത് ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മസ്കുലർ ഫിനിഷോട് കൂടിയാണ് ഈ ഒരു ടാങ്ക് വന്നത്. സ്പോർട്ടി ഫിനിഷ് അല്ലെങ്കിൽ നല്ലൊരു അഗ്രസീവ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ യമഹ കൊടുത്തിട്ടുള്ളത്. അതും ആ ടാങ്കിൻ്റെ നേരെ തന്നെ യമഹയുടെ ഒരു ബാഡ്ജിങ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഇതെന്താണെന്ന് വെച്ചാൽ ഈ വാഹനം എമിഷൻ ടൈപ്പാണ്. ഇത് BS6 വേരിയൻ്റ് ആണ്. BS6ൻ്റെ വന്നപ്പോൾ എൻജിൻ്റെ ആ ഒരു എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 249 cc ആണ്. പിന്നെ ആ ഒരു മൈലേജ് എന്ന് പറയുന്നത് കമ്പനി പറയുന്ന മൈലേജ് 50 km/L. പക്ഷേ ഓൺ റോഡ് വരുമ്പോൾ നമുക്കൊരു 40-45 ഇടയ്ക്കാണ് ആ ഒരു ഇതിന് മൈലേജ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കെർബ് വെയിറ്റ് ആണ്. കെർബ് വെയിറ്റ് വരുന്നത് 153 കിലോഗ്രാമാണ്. ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20.8 bhp ആണ്. പിന്നെ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഇത് ശരിക്കും ഒരു ഡുവൽ ചാനൽ ABS ആണ് ഈ വാഹനം വരുന്നത്. ഇനി അടുത്ത് പറയേണ്ട സ്പെക്കിൻ്റെ സ്പെക്ക് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു പവർ വരുന്നത് 20.8 PS 8000 RPM ഇത്ര ഒരു ഇതുണ്ടെങ്കിലും ഈ ഒരു 250 cc ആ ഒരു വെഹിക്കിളിൻ്റെ ശരിക്കും ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഗിയർ ബോക്സ് വന്നത്. അത് ശരിക്കും ഒരു 6 സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലതായിരുന്നു ഈ വണ്ടിക്ക്. ഇനി ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ അലോയ് ടൈപ്പ് ഇതാണ് വന്നത്. പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ്. അതിൽ ടയർ സൈസ് വരുമ്പോൾ ടയർ സൈസ് ഫ്രണ്ടിൽ വരുന്നത് 100/80 17 ഇഞ്ച് 52 p ഇതാണ്. ഒരു MRFൻ്റെ ടയറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതും ഡിസ്ക് ബ്രേക്കിൻ്റെ ഡുവൽ ചാനൽ ABS ആണ്. വൈബ്രയുടെ ബ്രേക്സ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈസ്, ടയറിലെ ബാക്ക് സൈസ് വരുമ്പോൾ 140/70 17 ഇഞ്ചിൻ്റെ തന്നെയാണ് ടയർ വരുന്നത്. അതും ബാക്ക് സൈസിൽ ആ ഒരു റേഡിയൽ ടൈപ്പ് ടയേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കോർണറിങ്ങിനൊക്കെ പറ്റിയൊരു വാഹനമാണത്. പിന്നെ എടുത്ത് പറയേണ്ട ആ ഒരു ഇതിൻ്റെ സ്പെക്കിൻ്റെ കുറച്ച് ഇതുമായിട്ട് പറയുമ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ വാഹനത്തിന് വന്നത്.
പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോൾ ഇതിന് ഏകദേശം 14 ലിറ്റേഴ്സിൻ്റെയാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതെന്താ ഈ ഒരു സൈഡിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ FC25 എന്നുള്ള സ്റ്റിക്കറും ഇതൊക്കെ വരും. ഡ്യുവൽ ടോണിലുള്ള രീതിയിലാണ് ഈ വാഹനത്തിന് കളർ വന്നത്. അതായത് റേസിംഗ് ബ്ലൂ എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ, ഈ ബ്ലൂ കളറുള്ള വാഹനത്തിന് കമ്പനി പറഞ്ഞിട്ടുള്ള കളർ. അതിൻ്റെ നടുക്ക് ഭാഗത്തെ ടാങ്കിൻ്റെ അവിടെ ആ ഒരു ബ്ലാക്ക് ഫിനിഷോടുള്ള ഫൈബർ കോട്ടിംഗ് ആണ് വന്നിട്ട് ടാങ്കിൻ്റെ ഇത് മെറ്റാലിക് ആയത്, ലിഡൊക്കെ മെറ്റാലിക് ഇതായിട്ട് വരും. പിന്നെ എടുത്ത് പറയേണ്ട ആ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതാ ഈ ഒരു സൈഡ് പാനൽസ് കംപ്ലീറ്റ് ആ ഒരു ഫൈബർ ബോഡിയാണ്. അതും ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഇത് വരുമ്പോൾ ഈ ടാങ്കിൻ്റെ അതേ കളേഴ്സിൻ്റെ റേസിംഗ് ബ്ലൂ കളർ ഇവിടെയും വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഇവിടെയായിട്ട് എയർ ഡാം അല്ലെങ്കിലും അതേപോലെ ഒരു സ്പോട്ടി ഫിനിഷോട് തോന്നിക്കാവുന്ന ഒരു ഫീച്ചറും അല്ലെങ്കിൽ ഒരു ലുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഗ്രാബ് റെയിലാണ്. ഗ്രാബ് റെയിൽ പറഞ്ഞ ഇതെന്ന് വെച്ചാൽ ഗ്രാബ് റെയിൽ ശരിക്കും ഒരു സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ് ഈ വാഹനത്തിന് വന്നത്. അതും ഒരു സിൽവർ അല്ലെങ്കിൽ മെറ്റാലിക് കളറിലോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ സീറ്റ് അത്യാവശ്യം നല്ലൊരു കുഷനോട് കൂടിയുള്ള സീറ്റാണ്. ഇപ്പോൾ റൈഡർക്കാണെങ്കിൽ നല്ല കംഫർട്ട് രീതിയിൽ പോവാം. പക്ഷേ ഒരു പില്ലിയൻ സീറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു കംഫർട്ട് ഉണ്ടെന്നുള്ള രീതിയല്ലോ. എന്നാൽ ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സിറ്റി റൈഡിനൊക്കെ എന്തുകൊണ്ടും കംഫർട്ട് തരുന്ന ഒരു വാഹനമാണിത്. സ്പ്ലിറ്റ് സീറ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ആ ഒരു ഗ്രാബ് റെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അത് നേരത്തെ അതായത് FCS എന്നുള്ള ഒരു വാഹനം FCS വെർഷൻ 3.0 കണ്ടുവരുന്ന പോലത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഗ്രാബ് റെയിലല്ല. ഇതൊരു അതിന് പകരമായിട്ട് 2 ഗ്രാബ് റെയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗ്രാബ് റെയിൽസാണ് വാഹനത്തിന് വന്നത്. അതുമാത്രമല്ല ഇവിടെ എന്നിട്ട് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു യമഹയുടെ ഒരു ബാഡ്ജിങ്ങും ഇതായിട്ട് വന്നിട്ടുണ്ട്. ടൈലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് ടൈലാമ്പ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ MT15 എന്നുള്ള രീതിയിൽ അതിൻ്റെ പോലത്തെ സാമ്യം തോന്നിക്കുന്ന ഒരു ടൈലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ ബാക്ക് ഫെൻഡേഴ്സിൻ്റെ ഇതിൽ നമ്മുടെ സ്പോട്ടി ഫിനിഷോട് കൂടിയുള്ള ഒരു ഫെൻഡേഴ്സാണ് വരുന്നത്. അതും ആ ഒരു സൈഡിൽ 2 ഹാലോജൻ ബൾബായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ വരും. പിന്നെ എടുത്ത് പറഞ്ഞാൽ ആ ടൈലാമ്പ് ഈ ഒരു ലുക്കായിട്ട് വരും നമ്മൾ ഓണാക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റിന് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന് ഇപ്പോൾ നൈറ്റ് വിസിബിലിറ്റിക്കൊക്കെ നല്ല ഇതായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ 2 ഓറഞ്ച് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഫെൻഡേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ R15 കണ്ടുവരുന്ന പോലത്തെ സ്പോട്ടി ഫെൻഡേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ അതുപോലെ താഴത്തെ ഇത് ടയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹഗ്ഗറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പറയാനുള്ള ഇതിൻ്റെ മഫ്ലറിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല ഒതുങ്ങിയ രീതിയിൽ നല്ല സൗണ്ടോട് കൂടിയുള്ള ഒരു എക്സോസ്റ്റാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതും അതിന് കവേർഡായിട്ടൊരു സിൽവർ അല്ലെങ്കിൽ മെറ്റാലിക് ഫിനിഷോടൊരു മഫ്ലർ വന്നിട്ടുണ്ട്. പിന്നെ ബൈബ്രയുടെ ബ്രേക്സ് ആണ് ബാക്കിലും ഇതായിട്ട് വന്നത്. പിന്നെ എടുത്ത് പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഇത് വരും. പിന്നെ ഇതാണ് എൻജിൻ്റെ ഭാഗം വരുന്നത്. എൻജിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻജിൻ കവർ എന്നുള്ള അല്ലെങ്കിൽ എൻജിൻ കൗൾ എന്നുള്ള രീതിയിലൊരു താഴത്തൊരു കവറിങ് വന്നിട്ടുണ്ട്. അതൊരു എൻജിൻ നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള രീതിയിൽ കമ്പനി കൊടുത്തിട്ടുള്ളതാണ്. അതും നല്ലൊരു സ്പോട്ടി ഫിനിഷോട് കൂടിയാണ് വന്നത്. ഈ ഭാഗത്തും നേരത്തെ പറഞ്ഞ പോലെ FC25 എന്നുള്ള സ്റ്റിക്കറും പിന്നെ ആ ഒരു സ്പോട്ടി ഫിനിഷ് ലുക്കും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് എയർ ഡാം പോലത്തെ ഒരു ഫീച്ചർ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും എയർ ഡാം അല്ല, ആ ഒരു ലുക്ക് വരുത്താൻ വേണ്ടി മാത്രമാണ്. ഇനി ഈ വാഹനത്തിൻ്റെ ആ ഒരു മീറ്റർ കൺസോളും അതുപോലെ തന്നെ ഒരു നേരെ വന്ന ഹാൻഡിൽ ബാറിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. മീറ്റർ കൺസോൾ വരുമ്പോൾ ഡിജിറ്റൽ ടൈപ്പ് മീറ്റർ കൺസോളാണ് വരുന്നത്. അതും ആ ഒരു ന്യൂട്രലിൻ്റെ ഒരു സൈൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ABS ആയതുകൊണ്ട് ABSൻ്റെ ഒരു സൈനും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സൈൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു 2 കീ ഉണ്ട് ഈ വാഹനത്തിന്. പിന്നെ വരുന്ന ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്വിച്ചസിൻ്റെ കാര്യമൊക്കെ പറയാം. സ്വിച്ച് വരുമ്പോൾ ലോ ബീമിൻ്റെ ഹൈ ബീമിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഭാഗത്തേതായിട്ട് പാസിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന സ്വിച്ച് അത് DRLൻ്റെ സ്വിച്ചാണ്. DRLൻ്റെ അതൊരു അപ്പ് ആൻഡ് ഡൗണിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ അത് ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ എൻജിൻ ഓണും ഓഫിൻ്റെ സ്വിച്ച് വരും. പിന്നെ തൊട്ട് താഴത്തായിട്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഇതിൻ്റെ ആ ഒരു മിറർനെസ്സിനെ പറ്റിയാണ്. മിററിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ കണ്ടുവരുന്ന രീതിയിൽ തന്നെ ആ ഒരു ഷേപ്പ് ആ ഒരു ഡിസൈനാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്രണ്ടിലെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്നത്. ഇത്രയൊക്കെയാണ് FC കുറിച്ച് പറയാനുള്ളത്.
ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സിനെ പറ്റിയാണ്. BS6 വന്നപ്പോൾ 2 കളേഴ്സാണ് മെയിനായിട്ട് ഈ വാഹനത്തിനുള്ളത്. ഒന്ന് റേസിംഗ് ബ്ലൂ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കളർ, പിന്നെ ഉള്ളത് മെറ്റാലിക് ബ്ലാക്ക് ആണ്. അടുത്ത പറയാനുള്ള ഇതിൻ്റെ ആ ഒരു എൻജിൻ ടൈപ്പാണ് എയർ കൂൾഡ് 4 സ്ട്രോക്ക് എൻജിനാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ആ ഒരു ബ്രേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കിലും ഇതായിട്ട് തന്നെ. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 14 ലിറ്റേഴ്സാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ലൈറ്റിനെ കുറിച്ച്. ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ടിലെ ലൈറ്റും ഇതൊക്കെ LED ടൈപ്പാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ ഒക്കെ ഡിജിറ്റൽ ടൈപ്പാണ്. ഫ്യൂൽ ഗേജ് ഉണ്ട്, ടാക്കോമീറ്ററും ഡിജിറ്റലാണ്. പിന്നെ എടുത്ത് പറയേണ്ട ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എയർ കൂൾഡ് എൻജിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിന് വന്നു, കിക്കർ വരുന്നില്ല. ഒരു ക്ലച്ചിൻ്റെ ടൈപ്പ് വരുന്നത് വെറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ്ക് എന്നുള്ള ടൈപ്പാണ് ക്ലച്ച് വന്നത്. പിന്നെ എടുത്തത് ഇതിൻ്റെ പറയാനുള്ള BS6 എൻജിനാണ്. ആ ഒരു ഡിജിറ്റൽ ക്ലോക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈവേയുടെ മൈലേജ് ആ ഒരു ഇതൊക്കെ ഞാൻ നേരത്തെ ഇതാപ്പെട്ടിരുന്നു. ഹൈവേയിൽ ആ ഒരു ഇത് വരുമ്പോൾ 42ൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു 50ൻ്റെ അടുത്ത ആ ഒരു മൈലേജ് ഹൈവേയിൽ ഇത് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ബോഡി ടൈപ്പിനെ പറ്റിയാണ്. ബോഡി ടൈപ്പ് വരുന്നത് കമ്പനി കൊടുത്തിട്ടുള്ള പേര് സ്പോർട്സ് നേക്കഡ് ബൈക്സ് അല്ലെങ്കിൽ സ്പോർട്ട് ബൈക്ക് എന്നുള്ള ഒരു ഇതിലാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോക്രോസ് ആണ് സസ്പെൻഷൻ. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ്, അതായത് ലെങ്ത്തിനൊക്കെ കുറിച്ചാണ്. ലെങ്ത്ത് വരുന്നത് 2015 mm. അതുപോലെ വിഡ്ത്ത് വരുന്നത് 775 mm. ഹൈറ്റ്, ഓവറോൾ ഹൈറ്റ് വരുന്നത് 1075 mm. പിന്നെ സാഡിൽ ഹൈറ്റ് അതായത് സീറ്റ് ഹൈറ്റിൻ്റെ ഇത് 795 mm. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് 160 mm ആണ്. വീൽ ബേസ് 1360 mm. പിന്നെ ടോട്ടൽ കർബ് വെയ്റ്റ് 153 കിലോഗ്രാമാണ്. പിന്നെ ആ ഒരു ഇതിനെക്കുറിച്ച് എല്ലാം LED ലൈറ്റ്സും ഇതൊക്കെയാണ്. പിന്നെ ബാറ്ററി ടൈപ്പ് വരുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിനുള്ളത്. പിന്നെ ടയറും ബ്രേക്സും ഇതൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ആ ടയർ സൈസ് ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. വീൽ ടൈപ്പ് എല്ലാത്തിനും ഇതും അതായത് അലോയ് വീൽസാണ്. പിന്നെ ഒരു ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡയമീറ്റർ അത് 282 mm ആണ് ഡയമീറ്റർ ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുമ്പോൾ 220 mm ആണ്. ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈസ്, അതായത് എക്സ് ഷോറൂം പ്രൈസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഓൺ റോഡ് പ്രൈസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഓൺ റോഡ് പ്രൈസിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി BS6 വന്നപ്പോൾ FC250 അല്ലെങ്കിൽ FC25 ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസാണ് പറയാനുള്ളത്. എക്സ് ഷോറൂം പ്രൈസ് വന്നത്, അതായത് റേസിംഗ് ബ്ലൂ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലാക്ക് എന്നുള്ള കളറിൽ എക്സ് ഷോറൂം പ്രൈസ് 1,57,411, അതായത് 1,57,411 അതാണ് പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് എക്സാക്ട് ലൊക്കേഷൻ മോഡേൺ ബ്രാൻഡ് ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഇന്റൽ യമഹ എന്നുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ അതുപോലെ അഡ്രസ്സും അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ കോൺടാക്ട് നമ്പറും അല്ലെങ്കിൽ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ ഉടനെ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിനായിട്ട് കാണാം, അതായത് R15 അല്ലെങ്കിൽ അതുപോലത്തെ വാഹനം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.